നമസ്കാരം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇൻഫ്ലുവൻസിയയുടെ ബയോമാഗ്നറ്റിക് റിലാക്സിംഗ് പാഡ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ഒരു കാറിൽ വെരിക്കോസ് വെയിൻ, അതായത് വെരിക്കോസ് വെയിൻ വന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു അസുഖത്തെ ചൊല്ലി ഒരുപാട് പേർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കെല്ലാം ഒരു ആശ്വാസമായിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വെരിക്കോസ് വെയിൻ്റെ ചെറിയൊരു സ്റ്റാർട്ടിംഗ് ആയിട്ട് ഞരമ്പുകൾ ബൾജ് ചെയ്തുകൊണ്ട് വളഞ്ഞു പുളഞ്ഞിരിക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ഞരമ്പാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ ഒരു വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഹാർട്ടിൽ നിന്നും നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്. തിരിച്ചും നമുക്കറിയാം ശുദ്ധരക്തവും അശുദ്ധ രക്തവും, നമ്മുടെ ശരീരത്തിൽ അശുദ്ധ രക്തത്തെ തിരിച്ച് എത്തിച്ച് അവിടെ ഒരു ക്ലീനിങ് പ്രോസസ്സിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഹാർട്ടിൽ നിന്നും പമ്പ് ചെയ്യുന്ന ശുദ്ധരക്തം താഴേക്കും അശുദ്ധ രക്തം തിരിച്ച് മുകളിലേക്കും പോകുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ട് നമ്മുടെ ഞരമ്പുകളിൽ വാൽവുകളുണ്ട്. ഈ വാൽവുകൾ കറക്റ്റായിട്ട് പ്രവർത്തിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വെരിക്കോസ് വെയിൻ സംഭവിക്കുന്നത്. അതായത് ഓരോ ഹാർട്ട് ബീറ്റിലും ഈ അശുദ്ധ രക്തം ഓരോ ബീറ്റിനനുസരിച്ചിട്ട് അത് മുകളിലേക്ക് കയറി പോകുമ്പോൾ ഈ വാൽവ് തുറക്കുകയും അടയുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ തുറക്കുന്ന ആ ഒരു വാൽവ് അടയാത്ത സിറ്റുവേഷൻ വരുമ്പോൾ തിരിച്ച് ആ ഒരു അശുദ്ധ രക്തം നമ്മളുടെ ഈ ഒരു ഞരമ്പിൻ്റെ സൈഡിൽ, അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ തൊലിയുടെ തൊട്ടടുത്ത്, നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ടടുത്തുള്ള വെയിൻസിൽ ഇത് കെട്ടിക്കിടക്കും, ഒരു പൂള് പോലെ കെട്ടിക്കിടക്കും. നമുക്കറിയാം അശുദ്ധ രക്തമായതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ശുദ്ധീകരിക്കാത്ത ആ സെൽസ് അവിടെ കിടക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് നശിച്ച ഒരു അതല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത ബ്ലഡ് ആയിരിക്കും. അതങ്ങനെ കിടന്നുകൊണ്ടാണ് ഇവിടെ ഒരു ചെറിയൊരു, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ എന്നറിയില്ല, ചെറിയൊരു കളർ വ്യത്യാസം സംഭവിക്കാറുണ്ട്. നമുക്കറിയാം ചിലരുടെ കാല് ശ്രദ്ധിച്ചാൽ ബ്ലൂ കളറിൽ, ഡാർക്ക് ബ്ലൂ കളറിലേക്ക് വെയിൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം ഈ ഒരു വെരിക്കോസ് വെയിനിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെ ഇതിന് ഏറ്റവും കൂടുതൽ അധിക സമയം നിന്ന് വർക്ക് ചെയ്യുന്നവർ, അതുപോലെ പ്രഗ്നൻസി പീരീഡിൽ ലേഡീസിൽ ഇത് കാണാനുള്ള സാധ്യതയുണ്ട്. ഹോർമോൺ വ്യതിയാനം കാരണം ഈ ഒരു വെരിക്കോസ് വെയിൻ വരാനുള്ള സാധ്യത 30% ലേഡീസിൽ കണ്ടുവരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ 2-3 വർഷത്തിന് ശേഷം അത് മാറിപ്പോകുന്നതായിട്ടും കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെരിക്കോസ് വെയിൻ ഉള്ളവരുടെ കാലിൽ ഈ ഒരു വെയിൻസിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറാക്കിക്കൊണ്ട്, വാൽവിൻ്റെ പ്രവർത്തനം പ്രോപ്പറാക്കിക്കൊണ്ട് അവിടെ നിന്നും ആ ഒരു കെട്ടിക്കിടക്കുന്ന ആ ബ്ലഡിനെ എല്ലാം നീക്കം ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പറാക്കുകയാണ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസിയ എന്ന് പറയുന്ന നമ്മളുടെ ഈ കാണുന്ന നമ്മളുടെ ബയോമാഗ്നറ്റിക് റിലാക്സിംഗ് പാഡ്. ഇതെങ്ങനെയാണ് വെരിക്കോസ് വെയിൻ ഉള്ള ഭാഗത്ത് യൂസ് ചെയ്യുന്നത് എന്ന് ഉള്ളൊരു ചെറിയൊരു പ്രൊമോ വീഡിയോ ആണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ കാണിച്ചു, ഇവിടെയാണ് നമ്മളുടെ വെരിക്കോസ് വെയിൻ ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പാഡ് എപ്പോഴും അവിടെ കവർ ചെയ്ത്, ഏത് ഭാഗത്താണോ നമ്മുടെ വെയിൻസ് ബൾജായിട്ട് നിൽക്കുന്നത് അവിടെ കവർ ചെയ്യത്തക്ക രീതിയിൽ ടൈറ്റായിട്ട് നമ്മളത് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് മിനിമം ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. മാത്രമല്ല രാത്രി കിടക്കുന്ന സമയത്ത് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നമുക്കത് വേഗം എഫക്റ്റ് ആവും. കാരണം നമ്മുടെ കാല് റിലാക്സ് ചെയ്യുന്ന ഒരു ടൈമാണല്ലോ. അപ്പോൾ അങ്ങനെ ഇൻഫ്ലുവൻസിയുടെ ഈ ഒരു ബയോമാഗ്നറ്റിക് റിലാക്സിംഗ് പാഡ് യൂസ് ചെയ്തുകൊണ്ട് അസുഖത്തിന്, അല്ലെങ്കിൽ നമ്മുടെ വെരിക്കോസ് വെയിന്, കാല് കഴപ്പ്, അല്ലെങ്കിൽ ചില ആളുകൾക്ക് വൈകുന്നേരം സമയങ്ങളിൽ ഉണ്ടാകുന്ന കാലുവേദന, നീർവീക്കം, നീര്, ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കും മരുന്ന് ഉപയോഗിക്കാതെ തന്നെ രോഗശാന്തി കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇൻഫ്ലുവൻസിയുടെ ബയോമാഗ്നറ്റിക് റിലാക്സിംഗ് പാഡ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഉപയോഗിക്കുക. ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ അസുഖം മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്